പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. പതിവ് തെറ്റിക്കാതെ മുട്ടും വിളിയുമായി ഉസ്താദ് മുഹമ്മദ് ഹുസൈനും സംഘവും 58-ാം വർഷവും കാളിയാറോഡ് ജാറത്തിൽ എത്തി. ഫെബ്രുവരി 13, 14, 15 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് കാളിയാറോഡ് നേർച്ച നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുട്ടും വിളിയുമായി പാലക്കാട് ജില്ലയിലെ കണ്ണമ്പറയിൽ നിന്നും ഉസ്താദും മകൻ അബൂബക്കർ സിദ്ദിഖും കൂടാതെ പേരമക്കളായ ഹൈഫാസ്, ബിലാൽ എന്നിവരും ഫയാസ്, മൊഹിയുദ്ദീൻ എന്നിവരുമടങ്ങുന്ന സംഘം കാളിയാറോഡ് ജാറത്തിലെത്തിയത്. മുട്ടും വിളി എന്ന കലയെ അന്യം നിന്ന് പോകരുത് എന്ന് കരുതിയാണ് 75 വയസ്സുള്ള ഈ വയോധികൻ ഇവിടെ എത്തിയിരിക്കുന്നത്. 3 ദിവസവും രാവും പകലുമായി നടക്കുന്ന മുട്ടും വിളി വേദന മോഹിച്ചിട്ടല്ലെന്നും വാർദ്ധക്യം വകവയ്ക്കാതെ പുണ്യകർമ്മത്തിന് മാത്രമായാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത്. മുരശ്, ഒറ്റ, ഡോൾ, തപ്പ് എന്നീ വാദ്യോപകരണങ്ങളാണ് ബദ്രിയ മുട്ടുംവിളി സംഘം ഉപയോഗിക്കുന്നത്. ചരിത്രത്തിലെ 2 യുദ്ധങ്ങളായ ബദർ, ഉഹുദ് എന്നിവയെ ആസ്പദമാക്കി മൊയ്യൻകുട്ടി വൈദ്യർ രചിച്ചതുൾപ്പെടെയുള്ള മാപ്പിള പാട്ടുകളാണ് ഇദ്ദേഹത്തിന്റെ മാന്ത്രിക കുഴലിലൂടെ മധുരമായ ഗാനങ്ങളായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗാനങ്ങൾക്ക് പ്രത്യേക ഒരു ഈണമാണ്. അദ്ദേഹം കുഴലിലൂടെ വായിക്കുന്ന ഈ ഗാനങ്ങൾക്ക് പ്രത്യേക ഒരു ഈണമാണ്. കാളിയാറോഡ് നേർച്ചയ്ക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ബദരിയ മുട്ടുംവിളി പാലക്കാടിന് കാളിയാറോഡ് ചന്ദനക്കുടത്തിലേക്ക് 58-ാമത്തെ വർഷം. ചെറുപ്പകാലത്തെ കാരണന്മാരോടൊപ്പം വളരെ അതവോടും കുരുത്തപ്പൊരുത്തത്തോടുകൂടി വന്ന് 58-ാമത്തെ വർഷവും പൂർത്തിയാക്കി. അതിന് ഈ കമ്മിറ്റിക്കാരനോടും നാട്ടുകാരനോടും എല്ലാവരിനോടും നന്ദി ഒരു 100 പ്രാവശ്യം രേഖപ്പെടുത്തുന്നു. ഈത്തപ്പണ വരുന്ന സമയത്ത് 2 കുട്ടികളുണ്ടല്ലോ, അപ്പം അതെന്താണ്? പേരക്കുട്ടികളാണ്. ഒന്ന് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ വാക്താക്കളാണത്, വാർത്ത കേൾക്കുന്നുണ്ട്. ഇനിയും ഈ കമ്മിറ്റിക്കാരനോടും ഈ നാട്ടുകാരനോടും വളരെ നന്ദി രേഖപ്പെടുത്തി അടുത്ത കൊല്ലം നേരത്തെ വരാനുള്ള ആഗ്രഹത്തോടു കൂടി മടങ്ങിപ്പോകുന്നു.